ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ബയാ ഹമാരി ചിടിയ റാണി എന്ന മഹാദേവി വർമ്മയുടെ കവിതയുടെ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസറും നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, തിൻകെ ലാക്കർ മഹൽ ബനാത്തി ഗോംസലെ കോ മഹൽ ക്യോം കഹാ ഗയാ ഹേ. അതായത് പുൽക്കൊടികൾ കൊണ്ടുവന്ന് മഹൽ കൊട്ടാരം ഉണ്ടാക്കുന്നു. പക്ഷി ഉണ്ടാക്കുന്ന കൊട്ടാരം എന്താണ്? ഘോസല അല്ലേ? ഘോംസല, പക്ഷിക്കൂട്. അതിനെ മഹൽ എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? നമുക്ക് എല്ലാവർക്കും നമ്മുടെ വാസസ്ഥലം വളരെ വലുതാണ് അല്ലേ? ചെറിയ ആൾക്കാർ ചെറിയ കുടിലുകൾ കെട്ടി താമസിക്കുന്നു. അതിനേക്കാൾ കുറച്ചുകൂടെ വലിയ ആൾക്കാർ ചെറിയ വീടുകൾ കെട്ടി താമസിക്കുന്നു. കുറേ പൈസയുള്ള ഒരു കൊട്ടാരം പോലുള്ള വീടുകൾ കെട്ടി താമസിക്കുന്നു. പക്ഷികളോ ചെറിയ കൂടുകൾ മരച്ചില്ലകളിലും മരങ്ങളിലും ഒക്കെ കൂടുകൾ കെട്ടി താമസിക്കുന്നു. അപ്പോൾ അവരുടെ വീട് ഏത് ജീവിയുടെ ആയാലും അവർ വസിക്കുന്ന സ്ഥലം അവർക്ക് വളരെ വിലപ്പെട്ടതാണ് അല്ലേ? അതുകൊണ്ടാണ് പക്ഷി ഉണ്ടാക്കുന്നത് ഒരു മഹലാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം? ഹറേക്ക് കോ അപ്പനാ നിവാസ് ബഹുത്ത് ബഡാഹെ. ഓരോരുത്തർക്കും അവരുടെ വാസസ്ഥലം, നിവാസ് എന്ന് പറഞ്ഞാൽ വാസസ്ഥലം, നിവാസ് ബഹുത്ത് ബഡാഹെ, എല്ലാവർക്കും അവരുടെ വാസസ്ഥലം വളരെ വലുതാണ്, അല്ലെങ്കിൽ മൂല്യമുള്ളതാണ്, അമൂല്യമാണ്. ഇസ്ലിയെ കവിതാമേ ഗോംസലാക്കോ മഹൽ കഹാ ഗയാ ഹേ. അതുകൊണ്ടാണ് ആ പക്ഷിക്കൂടിനെ മഹൽ എന്ന് പറഞ്ഞു വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. बये के बच्चों की निगरानी हम बारी बारी से करेंगे, इसका तात्पर्य क्या है? അതായത് തൂക്കണാങ്കുരുവിയുടെ കുട്ടികളെ സംരക്ഷിക്കുന്നത് ഞങ്ങൾ ഓരോരുത്തരും ചെയ്യാൻ. ഞങ്ങൾ 2 കുട്ടികളാണ് അല്ലേ? ഇതിനെ അർത്ഥമാക്കുന്നതുണ്ട്. ഇതിൽ നിന്ന് എന്താണ് താല്പര്യം ഉണ്ടാകുന്നത്, അർത്ഥമാക്കുന്നത്? ബയാക്കെ ബച്ചോങ്കി നിഗരാനി, നിഗരാനി എന്ന് പറഞ്ഞാൽ സംരക്ഷണം. ഹം ബാരി ബാരീസെ കരയെങ്കി, ഇതിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? ചോട്ടെ ബച്ചേങ്കോ സംരക്ഷൺ കർണ ബഹുത്ത് അവശ്യ ഹേ, ഇസ്ലിയെ വേ കഹത്തെ ഹേ കി ബയാക്കെ ബച്ചോങ്കി നിഗരാനി ഹം ബാരി ബാരീസെ കരയെങ്കി. അതായത് ചെറിയ കുട്ടികളുടെ സംരക്ഷണം വളരെ ആവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത് ബേയുടെ കുട്ടികളെ, തൂക്കണാങ്കുരുവിയുടെ കുട്ടികളെ സംരക്ഷിക്കുന്നത് ഞങ്ങൾ മാറി മാറി സംരക്ഷിക്കാമെന്ന്. നോക്കൂ, ചോട്ടെ ബച്ചോങ്കെ, ചെറിയ കുട്ടികളെ സംരക്ഷൺ കർണ, സംരക്ഷിക്കുക, ബഹുത്ത് അവശ്യഹേ, വളരെ ആവശ്യമുള്ള കാര്യമാണ്, അത്യാവശ്യമായ കാര്യമാണ് ചെറിയ കുട്ടികളെ സംരക്ഷിക്കുക എന്നത്. ഇസ്ലിയെ, അതുകൊണ്ട്, വേ കഹത്തെ ഹേക്കി, അവർ പറയുന്ന, ഇവിടെ വേ ആരാണ്? ആ കുട്ടികൾ. വേ കഹത്തെ ഹേക്കി ബേയാക്കെ ബെച്ചോം, തൂക്കണാങ്കുരുവിയുടെ കുട്ടികളെ, ബെച്ചോം കീ നിഗരാനി, കുട്ടികളുടെ സംരക്ഷണം, ഹം ബാരി ബാരി സേ കരേങ്കെ, ഞങ്ങൾ ഓരോരുത്തരായിട്ട് ചെയ്യാം. ആ കുട്ടികൾ പറയാണ്, ചെറിയ കുട്ടികളെ സംരക്ഷിക്കുക എന്നത് വളരെ വലിയൊരു കാര്യമാണ്. അതുകൊണ്ടാണ് അവര് പറഞ്ഞിരിക്കുന്നത് ബയാക്കെ ബച്ചോങ്കി നിഗരാനി ഹം ബാരി ബാരി സേ കരേങ്കെ. മനസ്സിലായില്ലേ? അതായത് നമ്മുടെ മനുഷ്യ കുട്ടികളായാലും ഏത് ജീവജാലത്തിൻ്റെ ആയാലും കുട്ടികളെ, ചെറിയ കുട്ടികളെ, നൻകെ ബച്ചേ ചോട്ടെ ബച്ചേ, അവരെ സംരക്ഷിക്കുന്നത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. അവർ വളർന്നു കഴിഞ്ഞാൽ പിന്നെ അധികം സംരക്ഷണം കൊടുക്കണ്ട. ഇസ്ലിയെ, അതുകൊണ്ടാണ് വേ കഹത്തേഹേക്ക്, അവർ പറയുന്നത് എന്തെന്നാ, ബയാക്കെ ബച്ചോങ്കി, തൂക്കണാങ്കുരുവിയുടെ കുട്ടികളെ സംരക്ഷിക്കുന്നത് ഞങ്ങൾ മാറി മാറി ചെയ്യാം, സംരക്ഷണം ഞങ്ങൾ മാറി മാറി ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. പർ നികലേങ്കെ ഉടി ജായേങ്കെ മേം കിസ്കി സൂചന ഹേ. പർ നികലേങ്കെ, അതായത് ചിറക് വന്നു കഴിഞ്ഞാൽ, ഉടി ജായേങ്കെ പറന്നു പോകും. ഇതിലെ കിസ്കി സൂചന ഹേ, ഇത് എന്തിന്റെ സൂചനയാണ്? പർ നികലേങ്കെ ഉടി ജായേങ്കെ കിസ്കി സൂചന ഹേ, അതെന്താണ്? പക്ഷിക്കുഞ്ഞുങ്ങൾ
ചിറക് മുളച്ചു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് പറന്നു പോകുന്നു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മനുഷ്യക്കുട്ടികൾ അങ്ങനെയല്ല, കുറച്ച് വളർന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ തന്നെ സംരക്ഷിക്കുന്നു, അല്ലേ? ഈ പക്ഷിക്കുഞ്ഞുങ്ങൾ അതുപോലെ മറ്റുള്ള മൃഗങ്ങളുമൊക്കെ കുട്ടികൾ ഇത്തിരി വലുതായി കഴിഞ്ഞാൽ അവർ സ്വന്തമായിട്ട് അവരുടെ കാര്യങ്ങൾ തേടി പോവുകയാണ്. അതായത് സ്വയം പര്യാപ്തത നേടുകയാണ് അവർ. സ്വന്തം കാര്യം സ്വയം ചെയ്യാനുള്ള ഒരു കഴിവ് അവർക്കുണ്ടാവുന്നു. പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് ചിറക് മുളച്ചു കഴിഞ്ഞാൽ അവർ പറക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അമ്മ പക്ഷിയുടെ കൂടെ ഇരിക്കില്ല. അവർ സ്വന്തമായിട്ട് ആഹാരം തേടുന്നു, കഴിക്കുന്നു, കൂടുണ്ടാക്കുന്നു, മുട്ടയിടുന്നു, മുട്ട വിരിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യാം. ഇതിൽ നിന്നും എന്ത് സൂചനയാണ് ലഭിക്കുന്നത്? ബെച്ചെ ബെഡേ ഹോക്കർ അപ്പന കാം കൂത് കരയും. അതായത് കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ സ്വന്തം കാര്യം സ്വയം ചെയ്യുന്നു. നമ്മുടെ കുട്ടികൾ മനുഷ്യക്കുട്ടികളാണെങ്കിൽ നമ്മൾ എത്ര കാലം നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നു അത്രയും കാലം അവരെ ഓരോ കാര്യത്തിലും സഹായിച്ചുകൊണ്ടിരിക്കണം. പക്ഷേ പക്ഷിമൃഗാദികളുടെ കുട്ടികളാവുമ്പോൾ അവർ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയാൽ അവർ സ്വയം അവരുടെ കാര്യങ്ങൾ ചെയ്യും. ബെച്ചെ ബെഡേ ഹോക്കർ അപ്പന കാം സ്വയം കർണ, സ്വയം ചെയ്യുക. ബെച്ചെ ബെഡേ ഹോക്കർ അപ്പന കാം സ്വയം കരേ അല്ലെങ്കിൽ ഖൂദ് കരേ. ബെച്ചെ ബെഡേ ഹോക്കർ അപ്പന കാം, ബെച്ചെ ബെഡേ ഹോക്കർ അപ്പന കാം ഖൂദ് കരേ. ഖൂദ് കരേ എന്ന് പറഞ്ഞാൽ സ്വയം ചെയ്യും. അവിടെ സ്വയം എഴുതിയാലും മതി. ബെച്ചെ ബെഡേ ഹോക്കർ അപ്പന കാം ഖൂദ് കരേ. അടുത്ത കവിതാസെ അപ്പനി മൻപസന്ത് പങ്ക്തിയാൻ ചുൻകർ ലിഖേ. കവിതയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിനിണങ്ങിയ വരികൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുക. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഈ കവിതയിലെ ബേയ ഹമാരി ചിടിയ റാണി എന്നുള്ള കവിതയിൽ ഏത് വരികളാണ് നിങ്ങൾക്ക് ഇഷ്ടം അത് നിങ്ങൾ തിരഞ്ഞെടുത്ത് നോട്ട്ബുക്കിൽ എഴുതുക. അടുത്തത് നിമ്നലിഖിത ആശയവാലി പങ്ക്തിയാം ചുനി. താഴെ കൊടുത്തിരിക്കുന്ന ആശയം വരുന്ന വരികൾ തിരഞ്ഞെടുക്കാനാണ്. ചിടിയ ദൂർ ന ജായേ ഇസ്കേ ലിയെ ആംഗൻ മേ ദാന പാനി ഭർ ദേങ്കെ. ചിടിയ നീ ദൂരെ പോകണ്ട, എന്തുകൊണ്ടാണ്? ഞങ്ങൾ മുറ്റത്ത് ധാന്യവും വെള്ളവും നിറച്ചു തരാം എന്ന് പറയുന്നത് ഏത് വരിയാണ്? ഏത് വരിയാണ്? देखिए तुझको दूर न जाने देंगे, दानों से आंगन भर देंगे और हाउस में भर देंगे हम मीठा मीठा ठंडा पानी. എത്രാമത്തെ വരിയാണ്? 6, 7, 8, 9 വരികളാണ് അതിൻ്റെ ആൻസർ. അതവിടെ എടുത്ത് എഴുതുക. അടുത്ത് നോക്കൂ. ബെച്ചെ ബയാ ബൻകർ ഉഡ് ജായേ തോ ഹം മാതാ ചിടിയാക്കെ പാസ് രഹേങ്കെ. അതായത് കുട്ടികൾ വലുതായി ബൻകർ അതായത് ബയാ തുക്കണാങ്കുരുവിയായിട്ട് പറന്നു പോയാൽ ഞങ്ങൾ അമ്മക്കിളിയുടെ അടുത്ത് തന്നെ ഉണ്ടാകും എന്ന് പറയുന്ന വരി ഏതാണ്? ഏതാണ്? നോക്കൂ. ഫിർ ജബ് ഉൻകെ പർ നികലേങ്കെ ഉഡ് ജായേങ്കെ ബയാ ബനേങ്കെ हम सब तेरे पास रहेंगे तू रोना मत चिड़िया റാണി ബയാ ഹമാരി ചിടിയ റാണി. അതായത് ലാസ്റ്റിലത്തെ 5 വരിയാണ് അത് അർത്ഥമാക്കുന്നത്. ഇനി നോക്കൂ അടുത്തത്. സമാനാർത്ഥ വാലേ ശബ്ദ കവിതാസെ ചുന്നേം താലിക ഭരേ. അതായത് ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്കുകൾക്ക് അനുയോജ്യമായ ഒരു വാക്ക് കവിതയിലുണ്ട്. അത് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹർ പക്ഷിക്ക അപ്പന രഹൻ സഹൻ ഹെ. ഓരോ പക്ഷികൾക്കും അവരുടെ വാസ സ്ഥലമുണ്ട്, അതായത് അവരുടേതായ കാര്യങ്ങളുണ്ട്. ഹർ ചിടിയാക്ക, അതായത് പക്ഷി മാറിയിട്ട് ചിടിയായി. ചിടിയ എന്നാണ് നമ്മുടെ പാഠത്തിൽ കൊടുത്തിരിക്കുന്നത്, അല്ലേ? രഹൻ സഹൻ ഹെ. അടുത്തത് ജൽ ജീവൻ കാ ആധാർ ഹെ. ജൽ എന്നുള്ളതിന് പകരം എന്താണ് കൊടുത്തിരിക്കുന്നത് പാഠത്തിലെ? പാനി. പാനി ജീവൻ കാ ആധാർ ഹെ എന്ന് ഇവിടെ എഴുതുക. അടുത്ത പങ്ക് കെ ബിന ഉടിന അസംഭവ് ഹേ. പങ്ക് ചിറക്. പറാണ് കൊടുത്തിരിക്കുന്നത്. പർ. അപ്പൊ എന്തൊക്കെയാണ്? പാനി, പർ, പർക്കെ ബിന ഉടിന അസംഭവ് ഹേ. പർ ചിറകില്ലാതെ പറക്കാൻ സാധിക്കില്ല. പേടിക്കെ സബ്സെ ഊഞ്ചി ടഹനി പത്തലി ഹേ. മരത്തിന്റെ ഏറ്റവും മുകളിലുള്ള ശിഖരം വളരെ മെലിഞ്ഞതാണ്. അപ്പൊ ടഹനി എന്നുള്ളതിന് വേറൊരു വാക്ക് ഏതാണ്? ശാഖ. ശാഖ എന്ന് എഴുതാം.
പിന്നെ ഇവിടെ എന്താണ് വാക്ക് പറഞ്ഞിരിക്കുന്നത് ടഹനി എന്നുള്ളതിന്? ടാലി. ടാലിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ടാലി ചേർത്ത് എഴുതിയാൽ മതി. ടാലി. പേടിക്ക് സബ്സെ ഊഞ്ചി ടാലി പത്തലി ഹേ. ഇനി നോക്കൂ,